الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله أثاقلتم من الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا إلا في الآخرة إلا قليل. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, ഇവയിൽ നിന്നെല്ലാം അള്ളാഹു നാം ആവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഖുത്ബയിലൂടെ മനസ്സിലാക്കിയത്. പൊതുവെ ഭൗതികവാദികളെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതോ വിചാരണയെക്കുറിച്ച് ചിന്തിക്കേണ്ടതോ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ ദുനിയാവിനെ, ജീവിതത്തെ മൊത്തം ആഘോഷമാക്കുമ്പോൾ അതിൽ നമുക്കൊരു അത്ഭുതവും തോന്നേണ്ടതില്ല. മറിച്ച് മതവിശ്വാസികളെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത്, അവര് ദീനിന്റെ പല അനുഷ്ഠാനങ്ങൾ അംഗീകരിക്കുന്നതോടുകൂടി, ചെയ്യുന്നതോടുകൂടി തന്നെ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്നതിൽ അവരും പങ്കാളികളായിത്തീരുന്നു എന്നതാണ് നമ്മെ അലോസരപ്പെടുത്തുന്ന വിഷയം. ഇവർക്കെല്ലാമായി അള്ളാഹു ഖുർആനിൽ ആവർത്തിക്കുന്ന മറുപടി ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നതാണ്. സൃഷ്ടാവിനെ മറന്ന് നാളെ മരണശേഷം മഹ്ശറയിൽ വിചാരണക്ക് ഞാൻ വിധേയമാകുമെന്നത് ചിന്തിക്കാതെ, സ്വർഗ നരകങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന മട്ടിൽ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ, ദുനിയാവ് അവരെ വഞ്ചിച്ചു എന്നതാണ് ഖുർആൻ ആവർത്തിക്കുന്നത്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അല്ലാഹു പറയുന്നു, നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, അവര് ഇഹലോക ജീവിതം കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടവരാണ്. വത്മഅന്നു ബിഹാ, അവര് ദുനിയാവിലെ കാര്യങ്ങൾ നേടിയെടുക്കപ്പെട്ടാൽ അതിലവര് സമാധാനം അടയുന്നു.
വരാനുള്ള മരണശേഷമുള്ള ശാശ്വതമായ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുപോലുമില്ല. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഓരോ ഘട്ടത്തിലും അല്ലാഹു പല ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടും അതറിയാതെ, അത് ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി തിരിഞ്ഞു പോകുന്നു മനുഷ്യര്. വലിയൊരു പരാതിയാണ് സൃഷ്ടികളെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ആനന്ദം മാത്രം, സുഖം മാത്രം, അതിന് ഏത് മാർഗവും സ്വീകരിക്കാം എന്ന രീതിയിൽ മുന്നേറുന്ന മനുഷ്യര് മറന്നുപോകുന്ന ഒരു കാര്യം, അള്ളാഹു അതിന്റെ ദുരന്തങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധം പല ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ദുനിയാവിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഖുർആൻ അടിസ്ഥാന ദുരന്തമായി പറയുന്നത് പരലോകത്തിലെ നഷ്ടമാണ്. മാത്രമല്ല ദുനിയാവിലും വലിയ ദുരന്തം അത് വരുത്തി വെക്കും എന്നതാണ്. അപ്പൊ അത് ഭൗതികവാദികൾക്കും വിഷയാവുമല്ലോ. മതവിശ്വാസികൾക്കല്ലേ പരലോകത്തിന്റെ നഷ്ടം പ്രശ്നം. ദുനിയാവിൽ തന്നെ നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരും എന്ന ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചെന്താ? ഇന്നത്തെ ദിനപത്രത്തിൽ നമ്മൾ വായിച്ചത് ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു. ഡൽഹിയിലെ ജനങ്ങൾ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നു. വായു മലിനീകരണം അതിന്റെ അങ്ങേയറ്റത്തെ പരിധിയും കഴിഞ്ഞിരിക്കുന്നു. അനേകം പേർ ശ്വാസതടസ്സം കൊണ്ടും ചുമ കൊണ്ടും ആസ്പത്രികളെ അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈമറി സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. ഡൽഹിയിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിക്കാം. എന്താ സംഗതി? എന്താ കാര്യം? അതിലും മനുഷ്യന്റെ ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു കാരണമല്ല ഇപ്പൊ പെട്ടെന്നുണ്ടാവാൻ ദീപാവലിക്കാലത്തെ വെടിമരുന്ന് പ്രയോഗങ്ങൾ, പടക്കങ്ങൾ, വെടിമരുന്ന് പ്രയോഗങ്ങൾ അന്തരീക്ഷം വായു മലിനീകരണം ശക്തമാക്കി. 145 കോടി മനുഷ്യരായ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാനം അവിടെയാണിത്. സ്കൂളുകൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു. ശ്വാസം കിട്ടുന്നില്ല കുട്ടികൾക്ക്. ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദീപാവലിക്ക് പടക്കം നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നു മനുഷ്യര്. ഞങ്ങളുടെ മതവിശ്വാസ ആചാരങ്ങൾക്കെതിരെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന നിയന്ത്രിച്ചപ്പോ പോലും വെടിമരുന്ന് പ്രയോഗങ്ങൾ ചുരുക്കണം, നിയന്ത്രിക്കണം, വായുമലിനീകരണം ശക്തമാണ്, അതിനെതിരെ പറയുമ്പോൾ പോലും അത് മതവിശ്വാസം, മതാചാരത്തിനെതിരായിട്ട് ജനങ്ങൾ കാണുന്നു. എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ചു. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് വാഹനങ്ങൾ, ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഇങ്ങനെ കണക്കില്ലാതെ അത് പുറന്തള്ളുന്ന കാർബൺ ഘടകങ്ങൾ, മാരകമായ കാർബൺ ഘടകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വായിക്കുന്ന ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന മലിനീകരണങ്ങൾ, അപ്പുറത്ത് കർഷകർ കത്തിക്കുന്ന വൈക്കോൽ, ഇങ്ങനെ പല കാരണങ്ങൾ. അതിൽ മനുഷ്യന്റെ സുഖഭോഗ സംസ്കാരം തന്നെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നു. ഈ കൊച്ചു കേരളത്തിൽ പോലും ആനന്ദത്തിന്റെ മറവിൽ ചെയ്യുന്ന പലതും ഇവിടെ വെള്ളം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു, വായു മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. വേസ്റ്റ് കൊണ്ട് മൊത്തം മലിനമാകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക്. ഈ സുഖഭോഗത്തിന്റെ അനുബന്ധമാണ് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടി ആവുമ്പോൾ മണ്ണിനെ തന്നെ നശിപ്പിക്കുന്നത്, വെള്ളത്തെയും മണ്ണിനെയും നശിപ്പിക്കുന്ന വേസ്റ്റ്. ഇതൊക്കെ അധികവും സുഖഭോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടൊന്നും നമ്മുടെ വീട്ടില് പ്ലാസ്റ്റിക് ഈ വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സൗകര്യം കൂട്ടി നമ്മള് നല്ല തുണിസഞ്ചിയോ കൊട്ടയോ വട്ടിയോ ഒക്കെ ആയിരുന്നല്ലോ പണ്ട്. ഇപ്പോ നമ്മ കയ്യിലൊന്നും എടുക്കാതെ മാർക്കറ്റിലേക്ക് വരുള്ളൂ. ഞാനും നിങ്ങളൊക്കെ അവിടുന്ന് പ്ലാസ്റ്റിക് സഞ്ചി തരും. അതിന് സൗകര്യമാണത്. ഇത് കുമിഞ്ഞുകൂടി നമ്മുടെ അന്തരീക്ഷത്തെ തന്നെ, നമ്മുടെ പരിസ്ഥിതിയെ തന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ദുരന്തം.
അപ്പൊ അള്ളാഹു പരലോക രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു പരലോക രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഈ ദുനിയാവിലും മനുഷ്യന് നന്മ മാത്രമേ ഉണ്ടാവൂ. റബ്ബിന്റെ കൽപ്പന പാലിക്കുന്നത് കൊണ്ട് പരലോക ജീവിതം രക്ഷപ്പെടുക മാത്രമല്ല, ദുനിയാവിലെ സമാധാനവും അതിലൂടെ കൈവരുന്നു എന്ന് ഖുർആനിന്റെ അനുയായികളെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദുനിയാവിന് വേണ്ടിയല്ല നമ്മുടെ ഓട്ടം, നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കാതല്ലേ. ദുനിയാവിന്റെ പരലോകത്തെ പ്രശ്നമൊന്നും നമ്മളെ ബാധിക്കാറില്ലല്ലോ. എന്നാൽ അള്ളാഹ് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ അറിയണം. അള്ളാഹ് പറയാണ് സൂറത്ത് ഹദീദിലെ 20-ാമത്തെ വചനം, ഈ ദുനിയാവിലെ ജീവിതമെന്നാൽ ചില വിനോദങ്ങളും കളിതമാശകളും മാത്രമാണ്. വസീനത്തും ചില അലങ്കാരങ്ങളാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഫഖർ നടിക്കുന്ന, എന്റേതാണ് വലുത്, എനിക്കാണ് അധികം, അങ്ങനെ ഫഖർ നടിക്കുന്ന അതാണ് ദുനിയാവിലെ ജീവിതം. സമ്പത്തിലും സന്താനങ്ങളിലും ഞാനാണ് മെച്ചമെന്ന് മറ്റൊരു സഹോദരനുമായി കമ്പയർ ചെയ്തുകൊണ്ട് ദുരഭിമാനത്തിന്റെ പൊങ്ങച്ചത്തിന്റെ, അതാണ് ഈ ദുനിയാവ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ, അതൊരു മഴ പോലെയാണ്. അള്ളാഹ് പറയാ സൂറത്ത് ഹദീദിലെ 20-ാമത്തെ വചനം, അതൊരു മഴ പെയ്തു. മഴ പെയ്താൽ എന്തുണ്ടാവും? കർഷകരെ അമ്പരപ്പിക്കുന്ന വളർച്ച, സസ്യങ്ങൾ, കൃഷികൾ എല്ലാം മഴ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തഴച്ചു പച്ചച്ചു വളർന്നു. അന്ന് പ്രയോഗിച്ച പ്രയോഗം കർഷകനെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച. സുമ്മയഹീജു, പക്ഷേ അതൊക്കെ അങ്ങനെ പച്ച തഴച്ചു വളർന്നാൽ പിന്നീട് അത് വാടും. അത് നിങ്ങൾക്കറിയാം. ഫതറാഹു മുസ്ഫറ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് മഞ്ഞച്ചതായി. ഇലകൾ, നെല്ലിന്റെ ഞാറുകൾ, ഗോതമ്പിന്റെ ഞാറുകൾ, മരത്തിന്റെ ഇലകൾ മഞ്ഞ നിറം പൂണ്ടതായി കാണാം. തഴച്ചു പച്ചച്ചു വളരുമ്പോ മനുഷ്യന് ആ പച്ചപ്പിൽ അങ്ങ് കണ്ണടഞ്ഞു പോയാൽ കുറച്ചു കഴിയുമ്പോൾ അത് വാടും, പിന്നെ മഞ്ഞ നിറം ആകും. സുമ്മയക്കൂനുഹുത്താമാ, വെറും വൈക്കോൽ തുരുമ്പായി, കാറ്റിൽ പാറുന്ന വൈക്കോൽ കരിയിലയായി അത് മാറും. വഫിൽ-ആഖിറതി അദാബുൻ ശദീദ്, അതങ്ങ് കഴിഞ്ഞു പോകും. പക്ഷേ ആഖിറത്തിലുള്ളത് കഠിനമായ ശിക്ഷയാണ്. വമഗ്ഫിറത്തും മിനല്ലാഹ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ജീവിച്ചാൽ റബ്ബിൽ നിന്നുള്ള പാപമോചനമുണ്ട്, വരുവാൻ അള്ളാഹുവിന്റെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ഇഹലോക ജീവിതം എന്നാൽ വഞ്ചിക്കുന്ന വിഭവങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവരം നമ്മൾ അറിയുന്നില്ല എന്നർത്ഥം. എന്തൊരു അപകടമാണെന്നൊക്കെ. നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചാൽ ഒരിക്കലും ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന സുഹൃത്ത്, ഇന്ന ആള് എന്നെ വഞ്ചിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ആ സുഹൃത്തിനോട് സഹിക്കാൻ പറ്റില്ല. 100 രൂപ വഞ്ചിച്ചാൽ പോലും. ഇവിടെ ദുനിയാവിനോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ മൊത്തം ജീവിതത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വിവരം മനുഷ്യർ അറിയാതെ പോകുന്നത് എത്ര വലിയ ദുരന്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം വചനങ്ങളുടെ ഖുർആന്റെ ഈ ആശയത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വലുത് ദുനിയാവ്. എല്ലാവർക്കും ഖുർആൻ ആവർത്തിക്കുകയാണ് ചെറിയ സൂറത്തിലും വലിയ സൂറത്തിലുമൊക്കെ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ എന്തറിഞ്ഞാലും തെരഞ്ഞെടുക്കുന്നത് ദുനിയാവിനെ തന്നെയാണ്. അല്ലാഹ് പറയാം, വൽ-ആഖിറതു ഖൈറും വഅബ്ഖാ, പരലോകം തന്നെയാണ് എന്നും നിലനിൽക്കുന്നത്, ഏറ്റവും ഉത്തമമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെയും ആഖിറത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ട് പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ മിമ്പറിൽ നിന്ന് തന്നെ. ഒരു കുരുവി, ചെറിയ അടക്കാക്കുരുവി എന്ന് പറയുന്ന കുരുവി, ആ കുരുവി സമുദ്രത്തിലേക്ക് താന്നിറങ്ങി അതിൻ്റെ ചെറിയ കൊക്കുകളിൽ ആ സമുദ്രത്തിൽ നിന്ന് തട്ടുന്ന വെള്ളം എത്ര? ആ കുരുവി തന്നെ ചെറുതാണ്, അതിൻ്റെ കൊക്ക് അതനുസരിച്ച് ചെറുതാണ്. സമുദ്രത്തിലേക്ക് ആണ്ടിറങ്ങി ഒരു തുള്ളി വെള്ളവുമായിട്ട് തിരിച്ചു പറക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം നമുക്ക് എളുപ്പം മനസ്സിലാവാൻ.
ആ സമുദ്രത്തിലെ വെള്ളം എത്ര? ആ കുരുവിയുടെ കൊക്കിൽ കുടുങ്ങിയ വെള്ളം എത്ര? ആ കൊക്കിൽ കുടുങ്ങിയ വെള്ളം ദുനിയാവാണ്. ആ സമുദ്രത്തിലെ മുഴുവൻ ജലം ആഖിറമാണ്. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്യാൻ പറയാം മനുഷ്യൻ. നമുക്ക് നേടിയെന്നല്ല വിചാരിക്കണേ, ദുനിയാവിലെല്ലാം ശരിയായാലും ഒക്കെ നേടിയെന്നല്ല വിചാരിക്കണം. ഒരു കുരുവിയുടെ കൊക്കിൽ കുടുങ്ങിയ വെള്ളം, മഹാസമുദ്രം അവിടെ കിടക്കുന്നു, ആഖിറം. അത് വേണ്ടേ നിങ്ങൾക്ക് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിയിലേക്ക് വന്ന സഹാബികൾ കാണുന്നത് ഈത്തപ്പന ഓല നെയ്ത പായയിൽ കിടന്ന അടയാളം പ്രവാചകന്റെ തിരുമേനിയുടെ ആ മുത്ത് നബിയുടെ ശരീരത്തിൽ നമ്മുടെ തെങ്ങിന്റെ ഈ കൈതോലയുടെ അടയാളമല്ല, ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞ പായയുടെ ഇത്തിരി കൂടി റഫായിരിക്കുമല്ലോ അത്. ആ അടയാളം കണ്ടപ്പോ സങ്കടം വന്ന സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ റബ്ബിന്റെ പ്രിയങ്കരനായ ഹബീബായ താങ്കളുടെ ശരീരത്തിലാണല്ലോ ഈ കാണുന്നത്. ഞങ്ങൾ മിനുസമുള്ള ഒരു വിരിപ്പ് താങ്കൾക്ക് വേണ്ടി ഒരുക്കി തരട്ടെ. അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? ഒരു യാത്രക്കാരനല്ലേ, അങ്ങോട്ട് പോണ്ടേ, കുറച്ച് ദിവസം നിന്ന് അങ്ങോട്ട് പോവല്ലേ? അവിടെല്ലേ എന്റെ റബ്ബ് എന്നോട് തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു, നബിയെ താങ്കൾക്ക് ദുനിയാവ് വേണോ ആഖിറം വേണോ? ഞാൻ ആഖിറം തെരഞ്ഞെടുത്ത ആളാണ്. ഞാൻ ആഖിറം കാരണം ദുനിയാവ് തെരഞ്ഞെടുത്താൽ നഷ്ടമാണ്, പെട്ടെന്ന് കഴിയത് അവസാനിക്കും. അവസാനിക്കാത്ത ജീവിതം, അറ്റമില്ലാത്ത ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ, റസൂലുള്ളാഹിയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനോടൊപ്പം ഒന്ന് ഒരൽപ്പം കൂടി മെച്ചപ്പെടുന്ന, ഒരൊറ്റടിക്കൊന്നും നമ്മൾ മാറൂല, കുറച്ച് ഇപ്പോഴേന്ന് കുറച്ചുകൂടി മെച്ചപ്പെടുന്നതിലേക്ക് ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് ദുനിയാവല്ല ആഖിറം. അല്ലാഹ് പറയുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ദുനിയാവ് തന്നെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നത് സൂറത്ത് തൗബയിലെ 38-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? എന്താ പറ്റിയത് നിങ്ങൾക്ക്? അല്ലാഹ് വിശ്വാസികളെ വിളിച്ചിട്ടാ പറഞ്ഞത്, ജനങ്ങളെ എന്നല്ല വിളിച്ചത്. സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെടുമ്പോൾ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടൂ. നിങ്ങളുടെ തോട്ടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സുഖശീതളമായ ഭവനങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ ത്യാഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൂ എന്ന് പറയുമ്പോൾ, അസ്സാഖൽതും മിനൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കമഴ്ന്ന് അമർന്ന് കെട്ടിപ്പിടിക്കുകയാണല്ലോ. എന്ത് പ്രയോഗമാണല്ലോ നടത്തിയത്? അസ്സാഖൽതും, ഭൂമിയിലേക്ക് കമന്ന് ഈ ദുനിയാവിനെ ഞാൻ വിടൂലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കമഴ്ന്ന് കിടക്കുകയാണല്ലോ. 1450 കൊല്ലം മുമ്പ് ഇറങ്ങിയ ആയത്താണ് ഇത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇന്നത്തെ ആ അവസ്ഥ ഇതൊന്ന് ചേർത്ത് നോക്കിയ നിങ്ങൾ. അള്ളാഹിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ തയ്യാറല്ല, തൗഹീദിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറല്ല, അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവാക്കാൻ തയ്യാറല്ല. എന്ത് ആഡംബരത്തിന് നമ്മളൊക്കെ കാശുണ്ട്, എന്ത് ആഡംബരം ചെയ്യാനും കാശുണ്ട്. നമ്മ എല്ലാ കൊല്ലവും പറയല്ലേ, ഒരു ഉദുഹ്യത്തിന് ഒരു ഷെയർ ചേരാൻ പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് വരും. ഒരു ഉദുഹ്യത്തിന് ചേരാൻ സങ്കല്പിക്കുക 8000 റുപ്യാണ്. 7 ആൾക്ക് ഒരു പോത്തിൽ കാലിക്ക് 7 1. ഒരു പോത്തിന് നമ്മൾ അറക്കേണ്ടത് പോട്ടെ, ഒരു ഷെയർ ടൈറ്റാണ്. അതേ വലി വരുന്ന ആളിന് 13,000 റുപ്യ ടാക്സിന് കൊടുത്ത് തേക്കടിക്ക് മൂന്നാർക്ക് അമ്മ ബുക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതേ ഉദുഹ്യത്തിന് ടൈറ്റ് എന്ന് പറഞ്ഞവരെ, ആ വണ്ടിയുടെ മാത്രം ചെലവല്ലല്ലോ വരിക, വണ്ടിക്ക് മാത്രം 13,000. കുടുംബങ്ങളും ആൾക്കാരും കൂടി പെരുന്നാളിന്റെ ആഘോഷത്തിന് മൂന്നാറിലേക്ക് പോവാൻ അവർക്ക് ടൈറ്റാണ്. എന്തിന്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചര്യ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപുണ്യമെന്ന് പഠിപ്പിച്ച ഒരു ഉളുഹിയ്യത്തിന്റെ കാര്യത്തിൽ പോലും നമ്മുടെ സമീപനത്തിന് ഉദാഹരണം പറഞ്ഞ ദുനിയാവിന്റെ കാര്യത്തിൽ എങ്ങനെ, പരലോകത്തിന്റെ കാര്യത്തിൽ എങ്ങനെ. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങനെ അമർന്നു കിടക്കുകയാണല്ലോ. അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തേക്കാൾ വലിയ തൃപ്തിപ്പെടുന്നത് ഇഹലോകത്തെ തന്നെയാണല്ലോ. ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇഹലോക ജീവിതമുണ്ടല്ലോ, ഫിൽ ആഖിറത്തി, പരലോകത്തെ പരിഗണിച്ച്, ഇല്ലാ ഖലീൽ, വളരെ ചുരുക്കമാണ്, വളരെ ചെറുതാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന, തയ്യാറെടുക്കുന്നതെല്ലാം, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെല്ലാം നിസ്സാരമായതിനെ വലുതിനെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു എന്ന ഒരവസ്ഥ വിശ്വാസികൾക്കില്ലാതിരിക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ആവർത്തിക്കുന്നതാണ് ഖുർആൻ. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖാ വലാ തുളമൂന ഫതീല. അത് സൂറത്ത് നിസായിൽ. ആദ്യം കേട്ടത് തൗബയിലെ 38-ാമത്തെ ആയത്ത്. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, പറഞ്ഞു കൊടുക്കൂ നബിയെ, ദുനിയാവിലെ വിഭവങ്ങൾ നിസ്സാരമാണത്, ചെറുതാണ്. വൽ ആഖിറത്തു ഖൈറുൻ ലിമൻ ഇത്തഖാ, റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് പരലോകമാണ് ഉത്തമമായിട്ടുള്ളത്. വലാ തുളമൂന ഫതീല, അല്ലാഹു നിങ്ങളോട് ഒരു തരിമ്പും അന്യായം ചെയ്യില്ല. ഫതീല എന്നാ പറയുക, ഒരു പൊടി നിങ്ങളോട് അല്ലാഹു അന്യായം ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്നതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കുകയാണെന്ന്, അള്ളാഹ് ഉണ്ടാക്കുന്നതല്ലാന്ന്. അള്ളാഹുടെ പേരിൽ പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നിങ്ങൾക്ക് നന്മയായി നൽകിയതിനെ നിങ്ങൾ തിന്മയായി പ്രയോജനപ്പെടുത്തി അതിന്റെ ദുരന്തം മനുഷ്യനെന്ന് അനുഭവിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ പറ്റി സമീപനം തന്നെ മാറണം. നമ്മൾ വായിക്കുന്നത് എന്താ, ഇപ്പോ ചുറ്റും കേൾക്കുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴും. വളരെ പ്രായമായി കിടക്കയിൽ തന്നെ അമർന്ന് 90 വയസ്സ് 95 ഉള്ളവര് കിടപ്പ് രോഗിയായി കിടക്കുമ്പോ പേരക്കുട്ടി മരിക്കുന്നു, കുഴഞ്ഞു വീട്ടു. ഈ വാർത്തകൾ നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ നാട്ടില് ചുറ്റും. ഇന്നലെ കണ്ട ആള് അവിടെ കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ടു. ഈ വാർത്ത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളും നമ്മുടെ മരണത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. അത് നിശ്ചയിക്കപ്പെട്ട സമയമാണ്. മുന്നേ റൂഹ് ഊതുമ്പോ തന്നെ നിശ്ചയിച്ചിരുന്നു. അതിലേക്ക് നമ്മളൊക്കെ നടന്നെടുക്കുകയാണ്. ഇനിയും നമ്മൾ ദുനിയാവിന്റെ പ്രശ്നത്തിൽ തന്നെ മുഴുകി പരലോകത്തെ മറന്നാൽ ആ പരലോകത്ത് നന്മയുടെ തുലാസിൽ കനം തൂകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീക്കും ഇബാദല്ലാഹ് വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ട ഈ തത്വം അനേകം ആയത്തുകളിലായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നതാണ്. റസൂലുള്ളയും സന്ദർഭമനുസരിച്ച് സഹാബത്തിനെ ഈ വിഷയം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ 3 ദിവസം ബാക്കിയുള്ളൂ. 3 ദിവസം. ഇടയ്ക്ക് രോഗം വർദ്ധിക്കും, പിന്നെ ബോധം വരും. ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഒരു സന്ദർഭത്തിൽ ബോധം വന്നപ്പോ റസൂലുള്ള ആയിഷയെ വിളിച്ചു. ആയിഷ, എന്റെ നീക്കിയിരിപ്പിൽ എന്താ ഉള്ളതെന്ന് ഞാൻ എടുത്തുകൊണ്ട് വാ. റസൂലുള്ളാക്ക് ഓരോ സന്ദർഭങ്ങളിലും സഹാബത്തിന് ലഭിക്കുന്ന പോലെ അനേകം സമ്പത്ത് ലഭിച്ചിരുന്നു, സൂക്ഷിച്ചു വെക്കാറില്ല, അപ്പൊ തന്നെ ചെലവാക്കും. ധർമ്മം ചെയ്യാണ്. വലിയൊരു മുതലാളി ആകേണ്ടതായിരുന്നു റസൂലുള്ളാ.
യുദ്ധങ്ങളിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്ത് മാത്രമുണ്ടെങ്കിൽ വലിയൊരു മുതലാളി ആയനെ. പക്ഷേ നേരത്തെ കേട്ടല്ലോ, ഞാൻ തെരഞ്ഞെടുത്തത് പരലോകമാണ്. അപ്പാപ്പ അത് ധർമ്മം ചെയ്തു പോയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ നീക്കിയിരിപ്പ് കൊണ്ടുവന്നു, ഒരു കിഴി. 6 സ്വർണ്ണ നാണയങ്ങളാണ് അതിൽ ബാക്കിയുള്ളത്. 6 സ്വർണ്ണ നാണയങ്ങൾ. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പൊ തന്നെ, നാളേക്ക് വെക്കരുത്, ഇപ്പൊ തന്നെ അത് പാവങ്ങൾക്ക് ധർമ്മം ചെയ്തിട്ട് വരാൻ. എന്നിട്ട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ 6 സ്വർണ്ണ നാണയത്തിന്റെ ഉടമസ്ഥനായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒഴിഞ്ഞ കയ്യുമായി റബ്ബിനെ കണ്ടുമുട്ടാനാണ് ഇഷ്ടം. ദുനിയാവിൽ ഞാൻ 6 സ്വർണ്ണ നാണയങ്ങൾ ബാക്കി വെച്ച് റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ കൊതിക്കുന്നില്ല. നമ്മുടെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കുള്ളത് പോരാ, മക്കൾക്കെല്ലാവർക്കും വേണം. പിന്നെ പേരമക്കളുടെ പ്രശ്നം ആലോചിച്ചിട്ട് ആവലാതിയായിട്ട് നടക്കണം. പേരക്കുട്ടികളുടെ കാര്യം എന്തായി എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ച് നടക്കാൻ നമ്മൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, മോനെ, നബിക്ക് പ്രിയപ്പെട്ട 2 ചെറുപ്പക്കാരായിരുന്നു, 2 അബ്ദുള്ളമാര്. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച 2 ചെറുപ്പക്കാർ അവരായിരുന്നു. നീ ഭൂമിയിൽ കഅന്നക ഗരീബ്, സ്വന്തം നാട്ടുകാരനെ പോലെ ആവരുത്. ഏതോ നാട്ടിൽ നിന്ന് വന്ന് എന്തോ അത്യാവശ്യത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ആളെ പോലെ മതിട്ടാ ഈ ദുനിയാവില്. സ്വന്തം നാട്ടിലാകുമ്പോ നമുക്ക് കുറച്ച് സ്ഥായിയായിട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നീ തിരിച്ചു പോകുന്ന, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അപരിചിതനെ പോലെ ദുനിയാവിലാവുക. ഔ ആബിറുസ് സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരൻ കുറച്ചു സമയം വിശ്രമത്തിന് മരത്തണലിരിക്കുമല്ലോ. ആ മരത്തണല് കുറേ സൗകര്യം കിട്ടിയിട്ട് എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോഴേക്ക് പോണ്ടേ? അങ്ങനെ വഴിയാത്രക്കാരനെ പോലെ താൽക്കാലിക സത്രത്തിൽ അല്ലെങ്കിൽ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നവനെ പോലെ ദുനിയാവ് കണ്ടാ മതി എന്ന് റസൂലുള്ളാഹി പറയാണ്. നബിയും സഹാബത്തും അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു ആട് ചത്തു കിടക്കുന്നു, കാത് കീറിയിട്ടുണ്ട്, കാത് കീറി ചത്തു കിടക്കുന്നു. സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, 2 ദിർഹമിന് ഈ ആടിനെ ആർക്ക് വേണം? സഹാബികളോട് ചോദിക്കാം, 2 ദിർഹമിന് ഈ ആടിനെ. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 1 ദിർഹമിന് പോലും ഞങ്ങളത് മേടിക്കൂല, ചത്താട്, കാത് കീറിയ. റസൂലുള്ളാഹി ആടിനെ കച്ചവടമാക്കുകയായിരുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവ് മുഴുവനും റബ്ബിന്റെ അടുക്കൽ, ആ ചത്ത ആടിന്റെ വില പോലും ഈ ദുനിയാവിന് റബ്ബിന്റെ അടുക്കലില്ല. ആ ചത്തു കിടക്കുന്ന ആടിന് നിങ്ങൊരു വില കണ്ടില്ലല്ലോ. ആ ആടിന്റെ വില പോലും ഈ ദുനിയാവ് മൊത്തം, അതിലെ സമ്പത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വില മതിക്കുന്നതല്ല. ആ വില പോലും, ചത്താടിന്റെ വില പോലും ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞു, തൂക്കം കുറഞ്ഞ ചിറകില് നമ്മൾ പോലും ഉപയോഗിക്കുന്നത് കൊതുകിന്റെ ചിറക്. ആ വാക്ക് തന്നെ റസൂൽ ഉപയോഗിച്ചു. ഈ ദുനിയാവിന് റബ്ബിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം റബ്ബ് കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാഫിറിനും ഒരു റക്ക് വെള്ളം കുടിക്കാൻ ഇവിടെ അള്ളാഹ് അനുവദിക്കുമായിരുന്നില്ല. ഈ ദുനിയാവിന് വിലയില്ലാത്തത് കൊണ്ടാണ് കാഫിരീങ്ങൾ അടക്കം അടിച്ചു പൊളിക്കുന്നത്. റബ്ബിന്റെ അടുക്കൽ വിലയില്ലാത്തത് കൊണ്ടാ. ഒരു ചിറക്, കൊതുകിന്റെ ചിറകിന്റെ തൂക്കം ഈ ദുനിയാവിന് റബ്ബിന്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹിനെ നിഷേധിക്കുന്ന ഒരാൾക്കും അള്ളാഹിന്റെ വെള്ളം തന്നെ കുടിക്കണ്ടേ? അള്ളാഹ് ഇല്ല എന്ന് പറയുന്നവർക്കും കുടിക്കാൻ അള്ളാഹ് തന്നെയല്ലേ വെള്ളം കൊടുക്കുന്നത്, തിന്നാൻ ഭക്ഷണം അള്ളാഹ് തന്നെ കൊടുക്കുന്നത്. അള്ളാഹുടെ ഭൂമിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അള്ളാഹുടെ ഭൂമിയല്ലാത്തൊരു സ്ഥലം കണ്ടെത്തിയിട്ടില്ലല്ലോ അവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നോട് നിങ്ങളോട് ഞാൻ പറയാം, വൽ തൻസുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദ്യ ഒരുക്കി വെച്ചത് ഒന്ന് ചിന്തിക്കും.
അള്ളാഹ് പറയാ, സൂറത്ത് ഹശ്റിലെ ആയത്താണ്, ഒറ്റ കൊച്ചു ആയത്തിൽ 2 തവണ ഇത്തഖുല്ലാഹ്. പരലോകത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ദുനിയാവിന്റെ ഒരുക്കത്തിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടല്ലോ, നമുക്ക് ജാഗ്രത ഉണ്ടല്ലോ. എന്നാൽ മരിച്ചതിന് ശേഷമുള്ളടത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെച്ചതിനെ കുറിച്ച് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യമായി അല്ലാഹ് അറിയും. ഇങ്ങനെ ദുനിയാവിനെ സംബന്ധിച്ചും ദുനിയാവിലെ വിഭവങ്ങളെ സംബന്ധിച്ചും ദുനിയാവിലെ ആഡംബരങ്ങളെ പറ്റിയും അല്ലാഹ് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ആഡംബരങ്ങളിൽ നിന്ന്, നമുക്ക് ആവശ്യമില്ലാത്ത ആഘോഷങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നാളേക്ക് പുണ്യം കിട്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയ ആ വിഷയത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة